ഈ പറഞ്ഞ പോലെ ഈ ഒരു കാര്യമാണ്. കാരണം ഈ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആള് ഓക്കെ ഇടയ്ക്കൊന്ന് നോക്കുമ്പോൾ ആളെ പറ്റി ഇച്ചിരി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ടപ്പേന്ന് പിറ്റേന്ന് നോക്കുമ്പോൾ നെഗറ്റീവ് ഭയങ്കര ഇതാകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരാള് നമ്മൾ നോക്കുമ്പോ അങ്ങനത്തെ വലിയൊരു ബാക്ക്ഗ്രൗണ്ടോ അങ്ങനെ നോക്കുമ്പോ ഒന്നുമില്ല. ആള് പെട്ടെന്നാണ് ഈ പറയുന്ന ഫെയിമിലേക്ക് വന്നതും എല്ലാം. അപ്പൊ ആ തരത്തിൽ നോക്കുമ്പോ ഒരു ഗെയിമർ എന്നുള്ള നിലയ്ക്ക് രേണു സുധീനെ എങ്ങനെ രേണുവിന് വിലയിരുത്തും? എവിടെയൊക്കെയാണ് ആ സ്ട്രെങ്ത് ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. മെന്റൽ സ്ട്രെങ്ത് ആണ് വേണ്ടത്. രേണുവിന് ഇപ്പം കൂടെ ആൾക്കാരുണ്ടാവും, ഫോണുണ്ട്, സംസാരിക്കാനുണ്ടോ, അവിടെ അങ്ങനെയൊന്നും ഇല്ല. അപ്പം എങ്ങനെ നിൽക്കും എന്ന് എനിക്കൊരു പിടി കിട്ടുന്നില്ല. കാര്യം അവിടെ നമ്മുടെ ചുറ്റും നമ്മുടെ കൂടെ എടാ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനുണ്ടെന്ന് പറയുന്ന ആള് വരെ കള്ളമായിരിക്കും പറയുന്നത്. അവർക്ക് വേണ്ടിയായിരിക്കും പറയുന്നത് ഞാനുണ്ടെന്ന് പറയുന്നത്. കാര്യം ചിലവരും ഉണ്ടാവും, ശരി, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഉള്ളിന്റെ ഉള്ളിൽ. അപ്പൊ അവിടെ രേണു അതെങ്ങനെ നിൽക്കും എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. കാര്യം ഇവിടെ രേണുവിന് ഫോണുണ്ട്, അവിടെ ഒന്നുമില്ല. ചുറ്റും ഉള്ളവരെല്ലാം അവർക്ക് വേണ്ടി കളിക്കാൻ വന്ന ആൾക്കാരാ, അവർക്ക് വേണ്ടി സ്വന്തമായിട്ട്. അപ്പൊ നമ്മൾക്ക് അയ്യോ ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ചിലപ്പോൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് പുള്ളിക്കാരിയെ ചിലപ്പോൾ ഫുൾ യൂസ് ചെയ്യായിരിക്കും, അങ്ങനെയും പറയാം. അപ്പൊ അങ്ങനെയും വരാൻ ചാൻസുകളുണ്ട്. അപ്പോൾ അവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനുള്ള സ്ട്രെങ്ത് വേണം.